ഒരു കടങ്കഥ ചോദിക്കട്ടെ. ബോൺലെസ്, ബ്രെയിൻലെസ്, ബ്ലഡ്ലെസ്. എന്നാൽ ബോഡിയുടെ 95% വെള്ളം വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഈസ് ഒരു കുഞ്ഞ് സാൻഡ് ഗ്രെയിൻ്റെ സൈസ് തൊട്ട് ബ്ലൂ വെയിലിൻ്റെ സൈസ് വരെ വളരാൻ കഴിവുള്ളവരാണ്. ഇതാരെക്കുറിച്ചായി സംസാരിക്കുന്നത്? അതെ, നിങ്ങൾ ഊഹിച്ച പോലെ നമ്മൾ സംസാരിക്കുന്നത് ജെല്ലി ഫിഷിനെ കുറിച്ചാണ്, വിച്ച് കംസ് അണ്ടർ ദ ഫൈലം നിഡേറിയ. നിങ്ങൾ നിഡേറിയൻസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് നിഡോബ്ലാസ്റ്റുകൾ, അല്ലെ, സ്റ്റിങ്ങിങ് ഓർഗൻസ്. ഈ സ്റ്റിങ്ങിങ് ഓർഗൻസ് അവരൊരു ഡിഫൻസ് മെക്കാനിസമായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ആരെ കണ്ടാലും ആ സ്റ്റിങ്ങിങ് ഓർഗൻ വെച്ചിട്ട് അവർ കുറച്ച് പോയിസനെ അതിലേക്ക് ഇൻജെക്ട് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ സാധാരണയായി സ്വിമ്മിങ്ങിനൊക്കെ പോകുന്ന ഹ്യൂമൻസിന് ബീച്ചിൽ കിട്ടുന്ന ചെറിയ സ്റ്റിങ്സ് ഒക്കെ ഈ ജെല്ലി ഫിഷിൻ്റെ ആണ്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. സ്കിന്നിൽ ചെറിയ ഇറിറ്റേഷൻസോ ബംസോ ഒക്കെ ഉണ്ടാവുള്ളൂ. എങ്കിൽ ഇതിൽ തന്നെ ഓസ്ട്രേലിയൻ ജെല്ലി ഫിഷ് എന്ന് പറയുന്ന ഒരു ബോക്സ് ജെല്ലി ഫിഷ് ടൈപ്പിന് ഉള്ള വെനം ഭയങ്കര പോയിസണസ് ആണ്. നമുക്ക് പറയാം ഏറ്റവും വെനമസ് ആയിട്ടുള്ള ആനിമൽ ഈ ഓസ്ട്രേലിയൻ ബോക്സ് ജെല്ലി ഫിഷ് ആണ്. ബിക്കോസ് ഇതിൻ്റെ വെനം നമ്മുടെ ഹ്യൂമനിലേക്ക് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 5 minutes നമുക്ക് പാരാലിസിസ് വരാം, അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് വരാം, ആൻഡ് വി ക്യാൻ ഡൈ ഫ്രം ഇറ്റ്. സോ ഭയങ്കര കുഴപ്പക്കാരാണല്ലേ ഈ ജെല്ലി ഫിഷ്? അതെ, അങ്ങനെയാണെന്നും പറയാം. ഇവർ ഈ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടായവരാണോ? അതും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ഇൻഫോർമേഷനാണ്. നമുക്കും മുമ്പ്, കുരങ്ങുകൾക്കും മുമ്പ്, ഡൈനോസേഴ്സിന് മുമ്പ്, ശരിക്കും പറഞ്ഞാൽ 500 million years മുമ്പ് ശരിക്കും ജെല്ലി ഫിഷ് ഈ എർത്ത് സർഫസിലുണ്ട്. 5 മാസ് എക്സ്റ്റിങ്ഷൻ കഴിഞ്ഞിട്ടും ഇതുവരെയും ഒന്നും പറ്റാത്തവരാണ് നമ്മുടെ ജെല്ലി ഫിഷുകൾ. എന്നാൽ ഇതൊന്നുമല്ല ഇവരുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്. ഇതിൽ ചില ആൾക്കാർക്ക് മരണമില്ല. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ദേ ആർ ഇമ്മോർട്ടൽസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈഫ് സ്പാൻ ഈസ് ദ ടൈം ഫ്രം ബർത്ത് ടു നാച്ചുറൽ ഡെത്ത് ഓഫ് എൻ ഓർഗാനിസം, ആൻഡ് ദീസ് ഓർഗാനിസംസ് സം ഓഫ് ദം ആർ നോട്ട് ഏബിൾ ടു ഡൈ. അപ്പൊ പിന്നെ എങ്ങനെ? നിങ്ങൾ ആലോചിക്കല്ലേ, ഇവര് വളരില്ലേ, വലുതാവില്ലേ? ശരിക്കും ഇവർ ജനിക്കും, വളരും, വലുതാവും. പക്ഷെ വൺസ് അവരുടെ സെല്ലുകൾ ഏജ് ആവുന്ന സമയത്തേക്കും ഇവർക്കൊരു പെർട്ടിക്കുലർ മെക്കാനിസം ഉണ്ടാവാറുണ്ട്. അതിനെയാണ് നമ്മൾ ട്രാൻസ് ഡിഫറൻസിയേഷൻ എന്ന് പറയുക. ഈ ഒരു പ്രോസസ്സ് വഴി ഇതിലെ ഓൾഡ് ആയിട്ടുള്ള സെല്ലുകൾ പിന്നെയും റിജുനേറ്റ് ചെയ്ത് ന്യൂ സെൽസ് ആയിട്ട് മാറും. സോ ജെല്ലിയായി പറന്ന് നടക്കുന്ന ചില ആൾക്കാർ പോളിപ്പായി ടേൺ ചെയ്യുന്നു. എന്നിട്ട് പിന്നെയും അവർ പോളിപ്പിൽ നിന്നും പുതിയ ജെല്ലി ഫിഷായിട്ട് ജീവൻ എടുക്കുന്നു. ഭയങ്കരം തന്നെയല്ലേ? എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു കുഞ്ഞു ചോദ്യം ഇതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ജെല്ലി ഫിഷിന്റെ പേര് കണ്ടുപിടിച്ച് കമന്റ് ബോക്സിൽ ഇടാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇനിയും ഇതുപോലെയുള്ള ക്യൂരിയസ് ഫാക്ട്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.